ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡും ക്യാരറ്റും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എണ്ണ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഈ ബ്രെഡ് കൈകൊണ്ടൊന്ന് പിച്ച് കീറി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 5 പീസ് ബ്രെഡാണ് എടുത്തത്. ഒരുപാട് വലിയ ബ്രെഡൊന്നും അല്ല, ചെറിയ ബ്രെഡാണ്, അതുകൊണ്ട് 5 പീസ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് വലിയ ബ്രെഡാണെങ്കിൽ ഒരു 3 പീസൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഗ്രേറ്റ് ചെയ്യുന്ന ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ ചെറിയ ഹോളിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന, എന്നാൽ വെറൈറ്റി ടേസ്റ്റും കൂടി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ ഒരു ലൈക്ക് തരാനും, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്താ പറയുക, നെയ്യോ അല്ലെങ്കിൽ ബട്ടറും വേണമെങ്കിൽ ബട്ടറും യൂസ് ആക്കാം, ഓയിലൊന്നും യൂസ് ആക്കരുത്. അപ്പോൾ ഈ നെയ്യിലിട്ടിട്ട് നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് കുക്കാക്കി കിട്ടും. ഒരു പകുതി ഭാഗമൊക്കെ കുക്കായി വന്നാൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പാണ്. ഈ 2 ക്യാരറ്റ് എടുത്തില്ലേ, ആ അളവിൽ എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് തേങ്ങ മതി. ഒരു ചെറിയ മുറി തേങ്ങ ചെറുകിയാൽ ഒരു 1/2 കപ്പ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് കറക്റ്റ് പാകത്തിനുള്ളൊരു മധുരമാണ്, ഓവർ മധുരമൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ ചേർക്കണ്ട. ഇതിപ്പോൾ പഞ്ചസാരയെല്ലാം മെൽറ്റായി തേങ്ങയും ഈ ക്യാരറ്റും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ. ആ ഏലക്കയുടെ ഒക്കെ ഫ്ലേവറും കൂടി ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം, ചൂടാറണം കേട്ടോ. ഇനി ഞാൻ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് ദാ ഒരു ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ പുറത്ത് വെച്ചിട്ടുള്ള മുട്ടയാണ്, ഞാൻ ഫ്രിഡ്ജിൽ മുട്ട വെക്കാറില്ല. അപ്പോൾ ദാ ഈ 4 മുട്ടയിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ചേർക്കുമ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നമ്മൾ ക്യാരറ്റിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ പഞ്ചസാരയാണ്. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. പാൽപ്പൊടി മുട്ടയിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ കട്ടയായിട്ട് അവിടെ ഇവിടെ നിൽക്കും, അതുകൊണ്ടാണ് പാലിലൊന്ന് മിക്സാക്കി എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഏലക്കയുടെ പൊടി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. നന്നായി മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം പാടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ച് മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിവിടെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മളുടെ കട്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുട്ടയും പാലൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അളവ് കുറച്ചാൽ മതി. ചെറിയ ബ്രെഡാണെങ്കിൽ ഞാൻ 5 എടുത്ത് നിങ്ങൾക്ക് ഒരു 4 എടുത്താൽ മതി. വലിയ ബ്രെഡാണെങ്കിൽ ഒരു 3 എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്താലും മതി. ഇപ്പോൾ ബ്രെഡ് പൊടിയാതെ കിടക്കുന്നത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിയാതെ കിടന്നു വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യൊന്ന് എല്ലാവരുടെയും ഒന്ന് ഗ്രീസാക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ആദ്യം ചട്ടി ചൂടാകുമ്പോഴും മാത്രം ഒന്ന് കൂട്ടി വെക്കുക. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അപ്പം നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടിത് കുറച്ച് ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ല സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാൻ പറയുന്നത്, ബ്രെഡ് ആയതുകൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകും. നമ്മൾ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെച്ച് കൊടുക്കണ്ട, ഇതെല്ലാം ഫില്ലിങ് ചെയ്തതിന് ശേഷം മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിവിടെ വഴറ്റിയെടുത്തിട്ടുള്ള തേങ്ങ, ക്യാരറ്റ്, പഞ്ചസാര, ഏലക്കയുടെ ആ മിക്സ് എല്ലാം ചേർത്തത് ഇതിലേക്ക് മുകളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ അല്പം കിസ്മിസ് ഇതിൻ്റെ മുകളിൽ വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വറുക്കാത്തത് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഒറ്റ നട്ട്സ് പോലും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അതാണ് ഇട്ട് കൊടുക്കാഞ്ഞത്. ഇതിൻ്റെ മുകളിലൊക്കെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പിസ്റ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ടേസ്റ്റാണെന്നോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ബാക്കിയുള്ള മിക്സും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് കവർ ചെയ്ത് ഒഴിച്ചതിന് ശേഷം സ്പാച്ചില വെച്ച് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ക്യാരറ്റ് വാട്ടിയത് എടുത്ത് വെച്ചിരുന്നു, അതിൻ്റെ മുകൾക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്പാച്ചില വെച്ച് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ അതവിടെ അമർന്നിരുന്നോളൂ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റാണ് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. ഇത് എന്താ പറയുക, അടിയിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു പഴയ പാൻ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 7 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കണം. മൊത്തം 10 മിനിറ്റാണ് കുക്കിംഗ് ടൈം വന്നത്. എന്നിട്ട് ഇതൊരു പാത്രം കൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് തിരിച്ചു കൊടുക്കാം. കണ്ടോ, അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ നെയ്യൊന്ന് ആക്കി കൊടുക്കുക. എല്ലാവരുടെയും ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കണം കേട്ടോ. ഒന്നൊക്കെ ഇങ്ങനെ കറക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഇതിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴും ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതായിട്ടുണ്ടാവും. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, കരിഞ്ഞൊന്നും പോയിട്ടില്ല, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ വരുന്നത്, നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ ബ്രെഡും മുട്ടയും ക്യാരറ്റും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. ഇതൊരു ഗസ്റ്റ് വരുമ്പോൾ പോലും കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അധികം സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കഴിയും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി കുട്ടികൾക്ക് സ്നാക്കായിട്ട് വേണമെങ്കിൽ കൊടുത്തുവിടാം, അല്ലെങ്കിൽ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് സ്നാക്ക് ആയിട്ട് ചായക്കപ്പൊക്കെ കൊടുക്കാനും നല്ലതാണ്. വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനും, ചോറുന്ന് കഴിഞ്ഞിട്ടൊക്കെ ഒരു മധുരം കഴിക്കണമെങ്കിൽ കഴിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.